പൊൻകുന്നാത്ത് സ്വദേശിനിയായ 37-കാരി ഭർതൃവീട്ടിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സുഹൈൽ അൻസാരിക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് പുറത്തുവരുന്നത്. യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പും സ്കൂൾ അധികൃതർക്ക് നൽകിയ പരാതിയും കേന്ദ്രീകരിച്ച് നടത്തുന്ന അന്വേഷണത്തിൽ നടക്കുന്ന വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. യുവതിയുടെ മരണശേഷം വീട്ടിലെ അലമാരയിൽ നിന്ന് കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പാണ് കേസിലെ പ്രധാന വഴിത്തിരിവായത്. സുഹൈൽ അൻസാരി തന്നെ മാനസികമായും ശാരീരികമായും നിരന്തരം പീഡിപ്പിച്ചിരുന്നതായി യുവതി കത്തിൽ വ്യക്തമാക്കുന്നു. ഈ ക്രൂരമായ വേട്ടയാടലിൽ മനം നൊന്താണ് താൻ ജീവിതം അവസാനിപ്പിക്കുന്നത് എന്ന വരികൾ നാടിനെ നടുക്കുന്നതാണ്. ആത്മഹത്യ ചെയ്യുന്നതിന് തലേ ദിവസം താൻ ജോലി ചെയ്തിരുന്ന സ്കൂളിലെ അധികൃതർക്ക് യുവതി ഒരു കത്ത് നൽകി. സുഹൈൽ അൻസാരിയിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങൾ ഈ കത്തിൽ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പോലും തനിക്ക് സുരക്ഷിതമായി ഇരിക്കാൻ കഴിയില്ലെന്ന വേദനയാണ് ഈ കത്ത് പങ്കുവയ്ക്കുന്നത്. വാട്സപ്പിലൂടെ സുഹൈൽ നിരന്തരം മോശം സന്ദേശങ്ങൾ അയച്ചിരുന്നതായി യുവതി പരാതിപ്പെട്ടിരുന്നു. പാതിരാത്രിയിൽ സന്ദേശങ്ങൾ അയച്ച് ശല്യം ചെയ്യുന്നതും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളും സുഹൈലിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇത് യുവതിയുടെ മാനസികാവസ്ഥയെ സാരമായി ബാധിച്ചിരുന്നു. നീ എന്റേതാകുമോ എന്ന പാതിരാത്രിയിൽ സുഹൈൽ ചോദിച്ചതായി സ്കൂൾ അധികൃതർക്ക് നൽകിയ കത്തിൽ യുവതി ആരോപിക്കുന്നു. ഇത്തരത്തിൽ അനാവശ്യമായ താല്പര്യങ്ങൾ പ്രകടിപ്പിക്കുകയും യുവതിയെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നത് സുഹൈൽ പതിവാക്കിയിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഏറ്റവും ഭയാനകമായ ആരോപണം സുഹൈൽ യുവതിയുടെ സ്വകാര്യ ഭാഗങ്ങളുടെ ചിത്രങ്ങൾ ആവശ്യപ്പെട്ടു എന്നതാണ്. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന പദവി ദുരുപയോഗം ചെയ്തതാണ് ഇത്തരം അതിക്രമങ്ങൾ നടത്തിയെന്നാണ് പ്രാഥമിക നിഗമനം. യുവതി തന്റെ പരാതി സ്കൂൾ മാനേജ്മെന്റിനെ അറിയിച്ചിട്ടും കൃത്യമായ നടപടി ഉണ്ടായിട്ടില്ല എന്ന ആക്ഷേപം ശക്തമാണ്. പരാതി നൽകിയതിന് പിന്നാലെ തന്നെ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു. അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയും അന്വേഷണ പരിധിയിൽ വരും. ഈ മാസം 14-നാണ് യുവതിയെ കടമ്പനാടുള്ള ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രണയദിനത്തിൽ നടന്ന ഈ മരണം വലിയ വാർത്തയായിരുന്നുവെങ്കിലും ഇതിനു പിന്നിലെ പീഡന വിവരങ്ങൾ പുറത്തുവരാൻ ദിവസങ്ങളെടുത്തു. ആദ്യം സാധാരണ ആത്മഹത്യയായി കരുതിയ സംഭവത്തിലാണ് പിന്നീട് സുഹൈലിന്റെ പേര് ഉയർന്നു വന്നത്. മരണത്തിന് ശേഷം ഫെബ്രുവരി 17-നാണ് വീട്ടിലെ അലമാരയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തുന്നത്. ഇതോടെയാണ് സുഹൈൽ അൻസാരിക്കെതിരായ തെളിവുകൾ കുടുംബത്തിന് ലഭിക്കുന്നത്. പോലീസ് ഈ കത്ത് ശാസ്ത്രീയ പരിശോധനയ്ക്കായി കൈമാറിയിട്ടുണ്ട്. മകൾക്ക് ഭർത്താവുമായി യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ലെന്ന് യുവതിയുടെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. സുഹൈൽ മകളെ അത്രയും അധികം പ്രയാസപ്പെടുത്തിയത് കൊണ്ടാണ് അവൾ ഇത്തരമൊരു കടുങ്കൈ ചെയ്തതെന്നും അവൾക്ക് നീതി ലഭിക്കുന്നതുവരെ കേസുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിയായ സുഹൈൽ അൻസാരിയും യുവതിയും ഒരേ സ്കൂളിലെ ജീവനക്കാരായിരുന്നു. ഔദ്യോഗികമായ അടുപ്പം മുതലെടുത്താണ് സുഹൈൽ പീഡന ശ്രമങ്ങൾ ആരംഭിച്ചത്. സഹപ്രവർത്തക എന്ന നിലയിലുള്ള ബഹുമാനം പോലും നൽകാതെയാണ് ഇയാൾ പെരുമാറിയതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ആത്മഹത്യാക്കുറിപ്പിന്റെയും കുടുംബത്തിന്റെ പരാതിയുടെയും അടിസ്ഥാനത്തിൽ മുഹമ്മദ് സുഹൈൽ അൻസാരിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയും കുടുംബം പങ്കുവയ്ക്കുന്നുണ്ട്. യുവതിയുടെ ഫോണിൽ നിന്നും സുഹൈൽ അയച്ച മോശം സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകളും മറ്റും പോലീസ് ശേഖരിക്കുന്നുണ്ട്. ശാസ്ത്രീയമായ തെളിവുകൾ കൂടി ലഭിക്കുന്നതോടെ പ്രതിക്കെതിരെയുള്ള കുറ്റം കൂടുതൽ ശക്തമാകും. വാട്സ്ആപ്പ് ചാറ്റുകൾ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയായ സുഹൈൽ അൻസാരിക്കെതിരെയുള്ള ഈ ആരോപണം രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചയായിട്ടുണ്ട്. സംഭവത്തിൽ പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് നിർണായകമാണ്. കുറ്റാരോപിതനെ സംരക്ഷിക്കില്ലെന്ന് പാർട്ടി നേതൃത്വം അറിയിച്ചിട്ടുണ്ടെങ്കിലും പ്രതിഷേധം ശക്തമാണ്.